യൂണിവേഴ്സിറ്റിയുടെ ബികോമിൻ്റെ MCQ നോക്കുമായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിത്. ഗോപുരനടയിലൂടെ അകത്തേക്ക് കടന്നപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത് ആരുടെ വരികളാണ്? അയ്യപ്പ ദീക്ഷിതരുടെ വരികളാണ്. ഇത് നമ്മുടെ ചിദംബരം എന്ന CV ശ്രീരാമൻ്റെ കഥയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ 26 ചിദംബരം സിനിമയുടെ സംവിധായകനാരാണ്? ചിദംബരം സിനിമയാക്കിയപ്പോൾ അത് G. അരവിന്ദനാണ് അത് സിനിമയാക്കിയത്. അടുത്തത് വൃദ്ധസദനം ആരുടെ നോവലാണ്? വൃദ്ധസദനം TV കൊച്ചുബാവയുടെ നോവലാണ് വൃദ്ധസദനം. അതുപോലെ TV കൊച്ചുബാവ. അടുത്ത ചോദ്യം, കോകില എന്ന കഥാപാത്രം ഏത് കഥയിലാണ്? അടുക്കള എന്ന കഥയിലാണ് കോകില എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ കഥ അവതരിപ്പിക്കുന്നത്. 29 വേവ് നിലമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അടുക്കളയാണ് വേവ് നിലം എന്ന് ഇവിടെ കഥയിൽ വിശേഷിപ്പിക്കുന്നത്. 30 TV കൊച്ചുബാവയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? അത് വൃദ്ധസദനം എന്ന കൃതിയാണ്. ഇനി പുരുഷന്റെ കൃഷിയിടമാകാൻ വിധിക്കപ്പെട്ടവളാണ് സ്ത്രീ എന്ന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ കഥ ഏതാണ്? അടുക്കളയാണ് ആ കഥ എന്ന് നമുക്കറിയാം. ഓക്കെ, അടുത്ത ചോദ്യം 33-ാമത്തേതാണ്. 33-ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 33 കുത്താൻ വരുന്ന കാളക്കുറ്റനിൽ നിന്ന് ജീവിതം രക്ഷിക്കാനുള്ള വ്യഗ്രത ആർക്കാണ്? അത് കോകിലയെ സംബന്ധിച്ചാണ് പറയുന്നത്. കുത്താൻ വരുന്ന കാളക്കുറ്റനിൽ നിന്ന് ജീവിതം രക്ഷിക്കാനുള്ള വ്യഗ്രത കോകിലയ്ക്കാണ്. അടുക്കള എന്ന കഥയിലെ കഥാനായികയായിട്ടുള്ള കോകിലയാണ്. അടുത്ത 34 നീളുന്ന അഴുക്കുപാത്രങ്ങളുടെ ക്ലേശമുഖങ്ങളുമായി മല്ലടിച്ച് സന്ധ്യയിലേക്ക് രാത്രിയിലേക്ക് നീങ്ങുന്നത് ആരാണ്? അതാണ് ചോദ്യം. അത് കോകിലയാണ്. ഇനി ഒറ്റയാന്റെ പാപ്പാൻ ആരുടെ രചനയാണ്? ഒറ്റയാന്റെ പാപ്പാൻ N. പ്രഭാകരന്റെ രചനയാണ്. ഊരുദണ്ഡികൾ കഥാപാത്രങ്ങളാകുന്ന കഥ ഏതാണ്? മറുപിറവിയിലാണ് ഊരുദണ്ഡികൾ കഥാപാത്രങ്ങളാകുന്നത്. ഇറ്റാർ സിറ്റിയിലേക്ക് തിരികെ പോകുന്ന വണ്ടി പോയ ജന്മത്തിൽ കുരുടൻ ആരായിരുന്നു? പോയ ജന്മത്തിൽ കുരുടൻ ആരായിരുന്നു? അത് കുമാരൻ എന്ന കഥാപാത്രമാണ് പോയ ജന്മത്തിൽ കുരുടൻ ആയി മാറുന്നത്. നമുക്ക് മറുപിറവിയിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. അടുത്ത പേജിലാണ്. കുമാരന് കാഴ്ചശക്തി ഇല്ലാതാക്കിയ രോഗം ഏതാണ്? വസൂരിയാണ്. വസൂരി വന്നിട്ടാണ് കുമാരൻ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കുമാരന്റെ ഭാര്യ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. കുമാരന്റെ ഭാര്യ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ചെമ്മരത്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് കുമാരന്റെ ഭാര്യയായിട്ട് പറയുന്നത്, ചെമ്മരത്തി. എത്രാം വയസ്സിലാണ് കുമാരന്റെ മംഗലം കഴിഞ്ഞത്? കുമാരന്റെ വിവാഹം കഴിഞ്ഞത് എത്രാം വയസ്സിലാണെന്നാണ്? 14-ാം വയസ്സിലാണ് എന്നാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. കുമാരന് കള്ള് കൊടുക്കുന്നത് ആരായിരുന്നു? അതാണ് 41-ാമത്തെ ചോദ്യം. കേളപ്പൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ചെമ്മരത്തിയുടെ ഭർത്താവ് ആരായിരുന്നു? കഴിഞ്ഞ ജന്മത്തിൽ ചെമ്മരത്തിയുടെ ഭർത്താവ് ആരായിരുന്നു? ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെമ്മരത്തിയുടെ ഭർത്താവ് ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഇവിടെ ഒന്നല്ലെങ്കിൽ കുരുടൻ എന്ന് പറയണം, അല്ലെങ്കിൽ കുമാരൻ എന്ന് പറയണം. എന്തായാലും ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഷീറ്റിൽ തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്, ചെമ്മരത്തി എന്ന് തന്നെ തന്നിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ജന്മത്തിൽ കരുണന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് 43-ാമത്തെ ചോദ്യം. അത് തൂക്കലേറിയാണ് കരുണന്റെ മരണം. കാരണം ഇനി കരുണനും കുമാരനും കാലം കഴിക്കുന്നത് എങ്ങനെയാണ്? കർണനും കുമാരനും കാലം കഴിക്കുന്നത് ഊരുദണ്ഡിയാണ് കാലം കഴിക്കുന്നത്. കർണനും കുമാരനും കാലം കഴിക്കുന്നത് എങ്ങനെയാണ്? ഊരുദണ്ഡി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഉത്തരം. അതുപോലെ തന്നെ വസൂരി മാറിയപ്പോൾ കുമാരന് സംഭവിച്ചത് എന്താണ്? കുമാരൻ കുരുടനായി മാറി എന്നുള്ളതാണ് വേറൊരു കാര്യം. കഴിഞ്ഞ ജന്മത്തിൽ ചെമ്മരത്തിയുടെ ഭർത്താവ് ആരായിരുന്നു എന്ന് വീണ്ടും ചോദ്യമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ 45-ാമത്തെ ചോദ്യം. കഴിഞ്ഞ ജന്മത്തിൽ അത് കുമാരനാണ്, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, കുമാരനാണ്. ചെമ്മരത്തിയുടെ ഭർത്താവ് കുമാരനാണ്. വസൂരി മാറിയപ്പോൾ കുമാരന് സംഭവിച്ചത് എന്ത് എന്നതാണ് അടുത്ത ചോദ്യം. വസൂരി മാറിയപ്പോൾ അദ്ദേഹം കുരുടനായി എന്നതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി അതുപോലെ തന്നെ 47-ാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നത് N. പ്രഭാകരന്റെ കൃതി ഏതാണ്? തിയ്യൂർ രേഖകൾ എന്നുള്ള N. പ്രഭാകരന്റെ കൃതിയാണ്. ഓക്കെ, ഓർക്കുക. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ കരുണനും കുമാരനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. കരുണനും കുമാരനും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. ഇനി എൻ്റെ കേളപ്പ ഷാപ്പിൽ പോയി മടങ്ങുന്നതിന് മുമ്പേ ഈ വൈക്കൊന്ന് വരണം, നമുക്കിന്ന് അവില് കുഴക്കണം. ആരുടെ വാക്കുകൾ? ഓക്കെ, ഇങ്ങനെ പറഞ്ഞത് കുമാരനാണ്, അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ കുരുടനാണ്. ഓക്കെ, അദ്ദേഹത്തെ
വീട്ടിൽ വിളിച്ചു വരുത്തി അവില് കുഴക്കണ നേരത്തെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് കേളപ്പൻ അറിയില്ലായിരുന്നു. 49 കുമാരന്റെ എന്നുള്ളതാണ്. ഇനി 50 പോയ ജന്മത്തിൽ നിങ്ങളെ ചെമ്മരത്തിയായിരുന്നു ഞാൻ. ആരുടെ വാക്കുകൾ? കർണന്റെ വാക്കുകൾ. പോയ ജന്മത്തിൽ നിങ്ങളുടെ ചെമ്പരത്തിയായിരുന്നു ഞാൻ എന്ന് പറയുന്നത് കുമാരനോട് പറയുന്നത് കർണനാണ്. പടിയിറങ്ങിപ്പോയ പാർവതി ആരുടെ കൃതിയാണ്? പടിയിറങ്ങിപ്പോയ പാർവതി ഗ്രേസിയുടെ കൃതിയാണ്. താഴെ പറയുന്ന ഇതിൽ മിത്തും യാഥാർത്ഥ്യവും കെട്ടുപിണഞ്ഞ കഥ ഏതാണ്? തൽപ്പം, തീച്ചാമുണ്ടി, അടുക്കള, ചിദംബരം. ഇതിൽ തീച്ചാമുണ്ടിയാണ് മിത്തും യാഥാർത്ഥ്യം കെട്ടുപിണഞ്ഞ കഥ. നമുക്കറിയാം തീച്ചാമുണ്ടി എന്നുള്ളത് ഗ്രേസിയുടെ കഥയാണ്. അടുത്തത് തീച്ചാമുണ്ടിയുടെ കഥാകൃത്ത് ആരാണ്? ഗ്രേസി. തീച്ചാമുണ്ടിയുടെ കഥാകൃത്ത് ഗ്രേസിയാണ്. 54ാമത്തെ ചോദ്യം, താര ഏത് കഥയിലെ കഥാപാത്രമാണ്? തീച്ചാമുണ്ടിയിലെ കഥാപാത്രമാണ് താര. താരയുടെ അമ്മ ആര്? താരയുടെ അമ്മ സൂസന്ന എന്നാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. താര എന്ന പെൺകുട്ടിയുടെ അമ്മ സൂസന്ന. 56 താരയുടെ അപ്പൻ മരിച്ചത് എങ്ങനെ? അപ്പൊ സർപ്പം കൊത്തി മരിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. സർപ്പം കൊത്തി അറിയും. അപ്പൊ അപ്പൻ പറയുന്ന കഥയിൽ നിന്നാണ്. താരയുടെ അപ്പൻ എവിടെ വെച്ചാണ് മരിച്ചത്? താരയുടെ അപ്പൻ മരിച്ചത് സർപ്പക്കാവിൽ വെച്ചിട്ട് സർപ്പം കൊത്തി മരിച്ചു എന്നാണ് പറയുന്നത്. നീ ഇത്ര കണ്ണിച്ചോരയില്ലാത്തവളായി പോയല്ലോ എൻ്റെ മാതാവേ, ഒന്നുമില്ലെങ്കിൽ നീയും ഒരു പെണ്ണല്ലേ. ആരോടാണ് ഇങ്ങനെ പറയുന്നത്? ഓപ്ഷൻസ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അമ്മയോട്, അപ്പാപ്പനോട്, കന്യാമറിയത്തോടാണ് ഇങ്ങനെ പറയുന്നത്. കണ്ണിച്ചോരയില്ലാത്തവളായി പോയല്ലോ മാതാവേ. നീ ഇത്ര കണ്ണിച്ചോര ഇല്ലാത്തവളായി പോയല്ലോ എൻ്റെ മാതാവേ, ഒന്നില്ലെങ്കിൽ നീ ഒരു പെണ്ണല്ലേ. ആരുടെ വാക്കുകൾ? ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞതാരാണ്? കന്യാമറിയത്തോട് ഇങ്ങനെ പറഞ്ഞതാരാണ്? അമ്മയുടെ, വല്യമ്മയുടെ, അപ്പാപ്പന്റെ, അമ്മായിയുടെ. ആരുടെ വാക്കുകളാണ്? അത് അമ്മയുടെ വാക്കുകളാണ്. ഈ വീട് തന്നെ വിഴുങ്ങാൻ പോവുകയാണെന്ന് താരയ്ക്ക് തോന്നിയത് എപ്പോഴാണ്? അപ്പാപ്പന്റെ വീട്ടിൽ നിന്ന് പോയതോടെ. അപ്പാപ്പൻ വീട്ടിൽ നിന്ന് പോയതോടുകൂടിയാണ് ഈ വീട് തന്നെ വിഴുങ്ങാൻ പോവുകയാണ് എന്ന് താരയ്ക്ക് തോന്നുന്നത്. ആരുടെ വിരൽത്തുമ്പിൽ പിടിക്കുമ്പോഴാണ് താൻ ആരുമില്ലാത്തവളാണെന്ന് താരയ്ക്ക് തോന്നുന്നത്? അപ്പാപ്പന്റെ വിരൽത്തുമ്പിൽ പിടിക്കുമ്പോൾ. നമ്മൾ ക്രിസ്ത്യാനികളുടെ വീട്ടിലെങ്ങനെയാ അപ്പാപ്പ സർപ്പക്കാവും ബിംബങ്ങളും ഉണ്ടായത്? ഏത് കഥയിലെ വരികളാണ്? തീച്ചാമുണ്ടി എന്ന കഥയിലെ വരികളാണ്. പെങ്കൊച്ചുങ്ങളുടെ തള്ളമാര് അടങ്ങി ഒതുങ്ങി കഴിയണം. ആരുടെ വാക്കുകൾ? വല്യമ്മയുടെ വാക്കുകളാണത്. മുത്തപ്പായി ഏത് കഥയിലെ കഥാപാത്രമാണ്? മുത്തപ്പായി എന്നുള്ളത് തീച്ചാമുണ്ടിയിലെ കഥാപാത്രമാണ്. കരിവീട്ടിയിൽ കടഞ്ഞെടുത്ത ഉടൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? താരയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. സർപ്പക്കാവിൽ അലമുറയിട്ട് നിലംപൊത്തിയ മരം ഏതാണ്? അത് അറയാഞ്ഞില മരം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താരയുടെ അമ്മയുടെ വഴിവിട്ട ജീവിതം മാതാവിനോടുള്ള പക തീർക്കലാണ് എന്ന് പറയുന്നത് ആരാണ്? അപ്പാപ്പനാണ് പറയുന്നത്. അത് തീച്ചാമുണ്ടി ആണെങ്കിൽ അത് ചോരച്ചാമുണ്ടി ആണെങ്കിൽ ഇത് തീച്ചാമുണ്ടിയാ. ആരുടെ വാക്കുകൾ? അത് താരയുടെ വാക്കുകളാണ്. ഇനി കടിക്കുന്ന അമ്മച്ചിയും കൊച്ചുമകൾ ആൻസിയും ആരുടെ രചനയാണ്? 69 ഐമനും ജോണാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയായത്. ആൻസി ദില്ലിയിലേക്ക് വരുന്ന വിവരം ആരാണ് വിളിച്ചറിയിച്ചത്? ആൻസി ദില്ലിയിലേക്ക് വരുന്ന വിവരം അറിയിച്ചത് ജോസേട്ടനാണ്.